വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയറിംഗ് ആക്സസറീസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് MCQs ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന വയറിംഗ് ആക്സസറീസ് മാത്രമല്ല, അതായത് ലാമ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കി പോവാം. Question number 1. Which type of lamp holder from the following is fitted directly on a wooden board? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ലാമ്പ് ഹോൾഡർ ആണ് അല്ലേ? ഏത് ലാമ്പ് ഹോൾഡർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫിറ്റഡ് ഡയറക്ട്ലി ഓൺ ദ വുഡൻ ബോർഡുമായിട്ട് ഡയറക്റ്റായി ഫിറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ ആണ്? ഓപ്ഷൻ എ പെൻഡന്റ് ഹോൾഡർ, ഓപ്ഷൻ ബി ആംഗിൾ ഹോൾഡർ, ഓപ്ഷൻ സി ബ്രാക്കറ്റ് ഹോൾഡർ, ഓപ്ഷൻ ഡി ബാറ്റൺ ഹോൾഡർ. അത് ഏതാണ്? ബാറ്റൺ ഹോൾഡർ ആണ്. അപ്പോൾ ലാമ്പ് ഹോൾഡറുടെ കുറച്ച് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതായത് ബാറ്റൺ ഹോൾഡർ, പെൻഡന്റ് ഹോൾഡർ, ആംഗിൾ ഹോൾഡർ, ബ്രാക്കറ്റ് ഹോൾഡർ, വാട്ടർ ടൈറ്റ് ബ്രാക്കറ്റ് ഹോൾഡർ ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പ് ഹോൾഡർ ആണെന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ബാറ്റൺ ഹോൾഡറിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, വുഡൻ ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് എന്താണ് ഫിക്സഡ് ആയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ദ ലാമ്പ് ഈസ് ദെൻ സപ്പോർട്ടഡ് ഇൻ ദ ബാറ്റൺ ഹോൾഡർ. ബാറ്റൺ ഹോൾഡറിൽ ലാമ്പ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അറിയേണ്ടത്. പെൻഡന്റ് ഹോൾഡറിന്റെ പ്രത്യേകത എന്താണ്? when the bulb is to be suspended from the ceiling rows, this type of holder has used in holding the lamp hold ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആംഗിൾ ഹോൾഡർ നോക്കിയേ, എന്താ യൂസ് ചെയ്യുന്നത്? ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഈസ് നീഡഡ് അറ്റ് എ സർട്ടൈൻ ആംഗിൾ. ദീസ് ആർ ഡയറക്ട്ലി ഫിക്സഡ് ഓൺ ദ വാൾ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ വീട്ടുകളിലൊക്കെ കണ്ടുവച്ചിട്ടില്ലേ ഓരോ ലാമ്പ് ഹോൾഡർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പ് ഹോൾഡർ നമുക്കറിയാം അല്ലേ, ഓരോന്ന് ഫിറ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഇനി ബ്രാക്കറ്റ് ഹോൾഡർ എങ്ങനെയാണ്? ദീസ് ആർ യൂസ്ഡ് വർ ഡയറക്റ്റ് ലൈറ്റ് ഈസ് നീഡഡ് ടു ദ റൂം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു റൂമിലേക്ക് ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ഹോൾഡർ യൂസ് ചെയ്തിട്ടാണ്? അത് ബ്രാക്കറ്റ് ഹോൾഡർ വെച്ചിട്ടാണ്. ദീസ് ആർ ആൾസോ യൂസ്ഡ് ആസ് എ ടേബിൾ ലാമ്പ് ആയിട്ടും നമ്മൾ അതെന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ടേബിൾ ലാമ്പ് കണ്ടിട്ടില്ലേ എങ്ങനെയാണ്? കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് യൂസ്ഡ് ആസ് എ സച്ച് ടൈപ്പ് ഓഫ് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുക ഈ ബ്രാക്കറ്റ് ഹോൾഡേഴ്സ്? ബ്രാസ് മെറ്റീരിയൽ. എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലാമ്പ് ഹോൾഡേഴ്സ് എന്നൊരു ടോപ്പിക് ഉള്ളത് കൊണ്ട് നമ്മളോട് ചിലപ്പോൾ എന്താണ് ഓരോ ലാമ്പ് ഹോൾഡേഴ്സും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതും അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെക്കണം കേട്ടോ. Question number 2. Where the ironclad double pole main switch is used? എവിടെയാണ് IGDP? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എവിടെയാണ് ഈ IGDP മെയിൻ സ്വിച്ച് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലാർജ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷൻ, ഓപ്ഷൻ ബി കൺട്രോൾ മെയിൻ ഓർ ബ്രാഞ്ച് CI, ഓപ്ഷൻ സി സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ, ഓപ്ഷൻ ഡി 3 ഫേസ് പവർ സർക്യൂട്ട് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഈ IGDP സ്വിച്ച് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതിലാണ്? സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്. ഏതിലാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ IGDPയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഒരു ഫുൾ ഫോം ഒക്കെ നോക്കി പഠിച്ചു പോകണം. അപ്പോൾ IGDP പറഞ്ഞാൽ എന്താണ്? അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച് ആണ്. അത് മെയിനായിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് സപ്ലൈ സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് കറണ്ട് ആംപിയർ വന്നിട്ട് 15 ആംപ്സ്, 13 ആംപ്സ്, 16 ആംപ്സ്, അത് 100 ആംപിയർ ആണ് അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് അറിഞ്ഞിരിക്കണം. ഇതെന്താണ്? either 2 number of fuse links are provided or a fuse links and a neutral link ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലാണ് യൂസ് ചെയ്യുന്നത്. IGDPയുടെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. അതായത് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതുകൂടാതെ എന്താണ് അതിൽ 2 number of ഫ്യൂസ് ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് പറയാം? ഫ്യൂസ് ലിങ്കും ന്യൂട്രൽ ലിങ്കും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. Question number 3. Intermediate switch is used in staircase wiring where one lamp is controlled from. നമുക്കറിയാം സ്വിച്ച് പഠിച്ചിട്ടുള്ളപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സ്വിച്ച് ആണ് എന്താ? ഇന്റർമീഡിയറ്റ് സ്വിച്ച് അല്ലേ. ഇന്റർമീഡിയറ്റ് സ്വിച്ച് എവിടെയാണ്? സ്റ്റെയർകേസ് വയറിങ്ങിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ വൺ ലാമ്പിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്? ഓപ്ഷൻ എ എനി പ്ലേസ്, ഓപ്ഷൻ ബി 1 place, ഓപ്ഷൻ സി 3 and more places, ഓപ്ഷൻ ഡി 2 places. ഏതാണ് കറക്റ്റ് ആൻസർ? 3 and more places ആണ്. ഏതാണ്? 3 and more places ആണ്. അപ്പോൾ നമുക്ക് അറിയാം സ്വിച്ചിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അത് മേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് അല്ലെങ്കിൽ
ഓൺ ഓർ ഓഫ് ആ ഒരു കേസാണ് അല്ലേ. സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്വിച്ചിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ്? മേക്ക് അല്ലെങ്കിൽ ഓർ ബ്രേക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ സ്വിച്ചിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് അതിന് 4 ടെർമിനൽ ഡിവൈസ് ആണ് ഈ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? capable for making അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് 2 കണക്ഷൻ ഫ്രം 2 പൊസിഷൻ, 2 പൊസിഷനിൽ അതിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒക്കെ നടത്താൻ പറ്റും. ഓക്കെ, ഓർത്ത് വെക്കണം. അതൊരു 4 ടെർമിനലാണ്. ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എത്ര ടെർമിനൽ ഡിവൈസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 ടെർമിനൽ ഡിവൈസ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇതെന്താണ്? 2 വേ അല്ലേ. 2 വേ സ്വിച്ചസ് ടു കൺട്രോൾ എ ലാമ്പ് ഫ്രം 3 or more പൊസിഷനിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ഇത് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അതുപോലെ സിംഗിൾ പോൾ 1 വേ സ്വിച്ച്. എന്താണ് സിംഗിൾ പോൾ 1 വേ സ്വിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4 ടെർമിനൽ ഡിവൈസ് ആണ്. സിംഗിൾ പോൾ 1 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? capable ഓഫ് മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് എ സിംഗിൾ സർക്യൂട്ട് ഓൺലി. എന്താണ്? ഒരൊറ്റ സിംഗിൾ സർക്യൂട്ടിൽ മാത്രം. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു നോബ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? മേക്ക് ഓർ ബ്രേക്ക് ഓഫ് എ സിംഗിൾ സർക്യൂട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സിംഗിൾ പോൾ 2 വേ സ്വിച്ച് എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ സിംഗിൾ പോൾ 1 വേ സ്വിച്ചിൻ്റെ കേസ് എടുക്കുമ്പോൾ അത് 2 ടെർമിനൽ ആണെന്ന് പറഞ്ഞു. അത് മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് എന്തിനു മാത്രമാണ്? സിംഗിൾ സർക്യൂട്ട് ഓൺലി മാത്രമാണ്. സിംഗിൾ പോൾ 2 വേ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓർത്ത് വെക്കുക, അതെന്താണ്? ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. മനസ്സിലായില്ലേ? അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് സിംഗിൾ പൊസിഷനിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റെയർ കേസ് ലൈറ്റിംഗ്, അതുപോലെ 1 ലൈറ്റിംഗ് ഈസ് കൺട്രോൾ ഫ്രം 2 പൊസിഷൻ, അവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ചസ് മനസ്സിലായില്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് ഉണ്ട്, സിംഗിൾ പോൾ 1 വേ സ്വിച്ച് ഉണ്ട്, സിംഗിൾ പോൾ 2 വേ സ്വിച്ച് ഉണ്ടെന്ന് അറിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് ഈ സ്റ്റെയർ കേസ് വയറിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലാമ്പ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 2 3 അതിൽ കൂടുതലോ പ്ലേസിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4, എ സ്വിച്ച് ഈസ് യൂസ്ഡ് ടു ഡാഷ് ദ ഇലക്ട്രിക് സർക്യൂട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? സ്വിച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്വിച്ച് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ മേക്ക്, ഓപ്ഷൻ ബി ബ്രേക്ക്, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി മേക്ക് ഓർ ബ്രേക്ക്. ഏത് തന്നെയാണ്? നമ്മുടെ മേക്ക് ഓർ ബ്രേക്ക് ആണ്. അത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മേക്ക് ഓർ ബ്രേക്ക് തന്നെയാണ് നമുക്ക് വരുന്നത്. കൂടുതലായിട്ടൊന്നും അത് പറയാനില്ല. ബാക്കിയെല്ലാം നമ്മൾ സ്വിച്ചിൻ്റെ ക്ലാസിഫിക്കേഷനും സ്വിച്ച് എന്താണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അത് എളുപ്പമുള്ള കാര്യമല്ലേ. സ്വിച്ച് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? മേക്ക് ഓർ ബ്രേക്ക് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെന്ന് അറിയാം അല്ലേ. മേക്ക് ഓർ ബ്രേക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ച് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്, സിംഗിൾ പോൾ 1 വേ സ്വിച്ച് ഉണ്ട്, സിംഗിൾ പോൾ 2 വേ സ്വിച്ച് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേ ഉള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിൻ്റെ എത്ര ടെർമിനൽ ഉണ്ട് ചോദിക്കാം. സിംഗിൾ പോൾ 1 വേ സ്വിച്ചിന് എത്ര ടെർമിനൽ ഉണ്ട്, സിംഗിൾ പോൾ 2 വേ സ്വിച്ചിന് എത്ര ടെർമിനൽ ഉണ്ട് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Question number 6. Identify the type of switch shown in the given image. നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് ഓരോ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സ്വിച്ച് ആണെന്നുള്ളത് അല്ലേ. നോക്കിയാൽ ഏതായിരിക്കും? നോക്കൂ, ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്, ഓപ്ഷൻ ബി ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്, ഓപ്ഷൻ ഡി ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്, ഓപ്ഷൻ ഡി ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. അപ്പോൾ ഇതിൽ ഏതാണ് അല്ലേ? ഇത് ഏത് ടൈപ്പാണ്? ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ചിൻ്റെ ഡയഗ്രാമാണ്. നോക്കി വെക്കണം കേട്ടോ. ഇത് ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചാണ്? ഡബിൾ പോൾ, 2 പോൾ ഉണ്ട്, പിന്നെ എന്താണ്? അയൺ ക്ലാഡ് സ്വിച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെ കുറച്ച് ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ തന്നിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഡയഗ്രാംസ് ഒക്കെ നന്നായി നോക്കി പോവുക. Question number 6. Pendant holders are used in domestic installation when the lamp is to be. എങ്ങനെയായിരിക്കണം? നമ്മൾ പെൻഡൻറ്റ് ഹോൾഡേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പെൻഡൻറ്റ് ഹോൾഡർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾഡറിൽ കൊടുക്കുന്ന ലാമ്പ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഫിക്സഡ് അറ്റ് ആൻ ആംഗിൾ, ഓപ്ഷൻ ബി ഫിക്സഡ് ഓൺ ബ്രോഡ്, ഓപ്ഷൻ സി ഫിക്സഡ് ഓൺ വാൾ, ഓപ്ഷൻ ഡി സസ്പെൻഡഡ് വെർട്ടിക്കലി. നോക്കിയേ, പെൻഡൻറ്റ് ഹോൾഡറിൻ്റെ ഡയഗ്രാം നോക്കിയേ. അത് നോക്കി തന്നെ അതാണ് നമ്മുടെ പെൻഡൻറ്റ് ഹോൾഡറിൻ്റെ ഡയഗ്രാം അല്ലേ. ഈ ഡയഗ്രാം എങ്ങനെയാണ്? നമ്മളിങ്ങനെ താഴോട്ടാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അവിടെ ലാമ്പ് എങ്ങനെയായിരിക്കും? താഴോട്ടേക്കായിട്ട് തന്നെ അല്ലേ, അതായത് വെർട്ടിക്കലായിട്ട്, ഡൗൺവേർഡ്സ് ആയിട്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ടെമ്പററി പർപ്പസിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മാരേജ് ഫങ്ഷൻസ് അങ്ങനെയുള്ള
അങ്ങനെയുള്ള കേസിലൊക്കെ എടുക്കുമ്പോൾ നോക്കിയാൽ താഴേക്ക് നമ്മൾ ഒരു ഔട്ട്ഡോർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ പെൻഡൻറ്റ് ഹോൾഡർ യൂസ് ചെയ്തിട്ടൊക്കെ ലാമ്പ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അതൊന്നാണ് ടെമ്പററി പർപ്പസ് അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്, ഈ പെൻഡൻറ്റ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ഇതിലെങ്ങനെയാണ് സ്ട്രെയിറ്റ് ഡൗൺവേർഡ്സ് താഴേക്ക് അല്ലെങ്കിൽ എന്താണ് വെർട്ടിക്കലി ഗ്രൗണ്ടിലേക്ക് വെർട്ടിക്കലായിട്ടൊക്കെയാണ് അത് പ്ലേസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ബ്രാസ് ആസ് വെൽ എസ് ബേക്ക്ലൈറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും ലാമ്പ് അതിൽ തൂക്കുന്ന ഈ പെൻഡൻറ്റ് ഹോൾഡേഴ്സിൽ ലാമ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അത് വെർട്ടിക്കലായിട്ട് അതായത് സസ്പെൻഡഡ് വെർട്ടിക്കലി ആയിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ ബാറ്റൺ ആണെങ്കിൽ അതെങ്ങനെയാണ് ഡയറക്ട്ലി ഫിക്സ്ഡ് ടു എ വാൾ ഓർ വുഡൻ ബോർഡിലാണ് അത് വെക്കുന്നത്. ബാത്റൂം അതുപോലെ ടെസ്റ്റിംഗ് ബോർഡ് ലബോറട്ടറീസ് ഒക്കെയാണ് മെയിനായിട്ട് ഈ ബാറ്റൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പോളി കാർബണേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ആംഗിൾ എടുക്കുകയാണെങ്കിലോ ദിസ് ഈസ് ഫിക്സഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രിയാണ്. സൈഡ് വാൾ റൂംസ് ഹാങ് കിച്ചൺസിലൊക്കെയാണ് നമ്മൾ ആംഗിൾ ടൈപ്സ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഏതാണ്, പോളി കാർബണേറ്റ് ആൻഡ് ബ്രാസ് മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും അതായത് ഓരോ ഹോൾഡേഴ്സ് ലാമ്പിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യണമെന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഫിക്സഡ് ടു വാളാണ്, ടേബിൾ ലാമ്പിലാണ് ബ്രാസ് മെറ്റീരിയൽ. അപ്പോൾ എന്തിൻ്റെ മെറ്റീരിയൽ ആണെന്നൊക്കെ നന്നായി നോക്കുക, കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്നൊക്കെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. Question number 7. To hold the lamp and connect it electrically to supply terminal dash is used. അപ്പോൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാമ്പ് ഹോൾഡ് ചെയ്യാനും അത് ഇലക്ട്രിക്കൽ സപ്ലൈ ടെർമിനലുമായി കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഏതാണ്, നമ്മുടെ ലാമ്പ് ഹോൾഡറാണ് അല്ലേ. സ്വിച്ച് ആണോ, അല്ല. സ്വിച്ച് മേക്കോ ബ്രേക്ക് ആണ്, പ്രൊട്ടക്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, പ്ലഗ് ഒന്നും അല്ല. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാമ്പ് ഹോൾഡറാണ്. ലാമ്പ് ഹോൾഡ് ചെയ്യാനും ഇലക്ട്രിക്കൽ സപ്ലൈ ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ലാമ്പ് ഹോൾഡർ എന്താണ്, lamp holder is used to hold the lamp and connect it electrically to supply terminal ആണ്, required for lighting purpose. So the lamp holder may be എന്താണ് bayonet cap and screw type. Depending upon our equipment, these lamp holders are also manufacturing in different design. ഓരോ ഡിസൈൻ അനുസരിച്ചിട്ടല്ലേ നമ്മുടെ വീടുകളിൽ കണ്ടിട്ടില്ലേ, ഓരോ ടൈപ്പ്, അതായത് ഒരു ടൈപ്പാണ് ഈ കാണുന്ന പിക്ചർ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പ് ഹോൾഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ വീടുകളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഓരോ ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡേഴ്സും എന്ത് തന്നെയായിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് തന്നെയായിരിക്കും. Question number 8. Which classification of accessories ceiling rose begins? സീലിംഗ് റോസ് താഴെ തന്നിട്ടുള്ളത് ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്സസറീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഓപ്ഷൻ എ ഹോൾഡിംഗ് ആക്സസറീസ്, ഓപ്ഷൻ ബി സേഫ്റ്റി ആക്സസറീസ്, ഓപ്ഷൻ സി ഔട്ട്ലെറ്റ് ആക്സസറീസ്, ഓപ്ഷൻ ഡി ജനറൽ ആക്സസറീസ്. എന്തിനകത്ത് വരുന്നതാണ്, ജനറൽ ആക്സസറീസിനകത്ത് വരുന്നതാണ് കേട്ടോ. എന്തിനകത്താണ് വരുന്നത്, അത് ജനറൽ ആക്സസറീസിനകത്ത്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സസറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഹോൾഡിംഗ് ആക്സസറീസ് പറയുമ്പോൾ ഈ ലാമ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. സേഫ്റ്റി ആക്സസറീസ് പറയുമ്പോൾ നമ്മുടെ ഫ്യൂസ് അങ്ങനെയുള്ള കേസ് ഒക്കെയാണ് ഈ സേഫ്റ്റി ആക്സസറീസിനകത്ത് വരുന്നത്. ദെൻ ഔട്ട്ലെറ്റ് ആക്സസറീസ് ഉണ്ട്, അതുപോലെ ജനറൽ ആക്സസറീസ്. അപ്പോൾ ജനറൽ ആക്സസറീസിൽ അണ്ടറിൽ വരുന്നത്, അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അയേൺ കണക്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്റ്റേഴ്സ്, അതായത് അപ്ലയൻസ് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ അയേൺ കണക്റ്റേഴ്സ് വരും, അഡാപ്റ്റേഴ്സ് വരും, സീലിംഗ് റോസ്. നമുക്കറിയാം സീലിംഗ് റോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതൊക്കെ എന്തിനകത്ത് വരുന്നത് തന്നെയാണ്, ജനറൽ ആക്സസറീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സീലിംഗ് റോസിൻ്റെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് 2 പ്ലേറ്റ് സീലിംഗ് റോസ് ഉണ്ട്, അതുപോലെ 3 പ്ലേറ്റ് സീലിംഗ് റോസും ഉണ്ട്. പിന്നെ എന്താണ് കണക്റ്റേഴ്സ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, ന്യൂട്രൽ ലിങ്ക്സ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ജനറൽ ആക്സസറീസിനകത്ത്. നമുക്ക് എങ്ങനെ ഇപ്പോൾ ജനറൽ ആക്സസറീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ സീലിംഗ് റോസ്. ഓക്കെ, കൂടാതെ ആരൊക്കെ വരുന്നുണ്ട്, അപ്ലയേഴ്സ് കണക്ടർ അല്ലെങ്കിൽ അയൺ കണക്ടേഴ്സ്, അഡാപ്റ്റേഴ്സ്, പിന്നെ വെറും കണക്ടേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, ന്യൂട്രൽ ലിങ്ക്സ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്, ഈ ജനറൽ ആക്സസറീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. സീലിംഗ് റോസ് യൂസ് അപ് ടു, സീലിംഗ് റോസിൻ്റെ റേറ്റ് ഏത് വരെ നമുക്ക് യൂസ് ചെയ്യാം, എത്ര വോൾട്ടേജ് റേറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ 250 വോൾട്ട്, ഓപ്ഷൻ ബി 400 വോൾട്ട്, ഓപ്ഷൻ സി 110 വോൾട്ട്, ഓപ്ഷൻ ഡി 1100 വോൾട്ട്. അപ്പോൾ ഏതിലാണ് നമുക്ക് അപ് ടു ഏത് വരെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഈ സീലിംഗ് റോസിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത് ഒരു 250 വോൾട്ട് ആണെന്ന് ഓർത്ത് വയ്ക്കുക. എത്രയാണ്? 250 വോൾട്ട് ആണെന്ന് ഓർത്ത് വയ്ക്കണം.
ക്വസ്റ്റ്യൻ നമ്പർ 10 വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് സ്റ്റെയർ കേസ് വയറിംഗ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചാണ് നമ്മൾ സ്റ്റെയർ കേസ് വയറിങ്ങിൽ യൂസ് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻറ്റ്, അപ്ലിക്കേഷൻ ലെവലൊക്കെ നോക്കണം കേട്ടോ ഓരോ സ്വിച്ചിൻ്റെയും. ഓപ്ഷൻ എ ലിമിറ്റ് സ്വിച്ച്, ഓപ്ഷൻ ബി ടു വേ സ്വിച്ച്, ഓപ്ഷൻ സി ഫ്ലോട്ട് സ്വിച്ച്, ഓപ്ഷൻ ഡി വൺ വേ സ്വിച്ച്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചാണ് നമ്മൾ സ്റ്റെയർ കേസ് വയറിങ്ങിൽ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ടു വേ സ്വിച്ചാണ്. ഏതാണത്? ടു വേ സ്വിച്ചസ് ആണ്. അപ്പോൾ ടു വേ സ്വിച്ച് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ആപ്ലിക്കേഷൻ സ്റ്റെയർ കേസ് വയറിംഗ് ആണ്. അതുകൂടാതെ എന്താണ്? ലൈറ്റ്നിങ് സർക്യൂട്ടിലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ടു സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലാമ്പ് ഫ്രം ടു ഡിഫറെൻറ്റ് പൊസിഷനിൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ടു സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യുന്നത്, ടു സ്വിച്ചസ് കൺട്രോൾ വൺ ലാമ്പ് ഫ്രം ഒരു ലാമ്പിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റെയർ കേസിൽ നോക്കിയാൽ മതി, മുകളിലും അതായത് താഴെയും നമുക്ക് രണ്ട് സ്വിച്ച് വയ്ക്കാം. അതായത് മുകളിലെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് താഴത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടും നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കാണാറുണ്ട് അല്ലേ. അത് എങ്ങനെയാണ്? സെപ്പറേറ്റ് പൊസിഷൻ, ഒന്നുമില്ലെങ്കിൽ അതാ പറയുന്നത് എബോവ് അല്ലെങ്കിൽ എന്താണ് സ്റ്റെയർ കേസിൻ്റെ ബിലോ, താഴെയോ മേലെയോ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് റൂം ഓർ എ ടു വേ ബെഡ് സ്വിച്ചസും അതിനൊരു എക്സാമ്പിളാണ്. അതുകൂടാതെ വൺ വേ സ്വിച്ച് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു ലൊക്കേഷനിൽ മാത്രം, അതായത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഓൺ ഓഫിലെ റൂമിലൊക്കെ ബെഡിലൊക്കെ ഓൺ ഓഫ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിനെ ആലോചിക്കുക, മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ടു വേ സ്വിച്ചസ് ആണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാലേ കുറേ ആക്സസറീസ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാമ്പ് ഹോൾഡേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ്, അതുപോലെ എന്താണ് നമ്മുടെ കൺട്രോളിങ് ഡിവൈസസ്, ആക്സസറീസ്, അങ്ങനെയുള്ള എല്ലാം ജനറൽ ആക്സസറീസ് എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ്. നന്നായി നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ഏരിയയിൽ നിന്നുള്ള മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ ടോപ്പിക്കിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ നോക്കി പോകണം കേട്ടോ. അതായത് സ്വിച്ചസ് ആണെങ്കിലും സീലിംഗ് റോസ് ആണെങ്കിലും പ്ലഗ്, അങ്ങനെയുള്ള ഓരോന്നിലും, കാരണം ഇതിനൊക്കെ ചെറിയ ചെറിയ പാർട്ടുകളാണ്. അത് എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.